നമസ്കാരം. മറുനാടൻ മലയാളി മലയാളത്തിലെ ഒന്നാം നമ്പർ മാധ്യമം എന്ന് നമുക്ക് മറുനാടൻ മലയാളിയെ വിശേഷിപ്പിക്കാം. കാരണം യാതൊരു ഭയവുമില്ലാതെ ഒരു സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെയാണ് മറുനാടൻ ഷാജൻ സ്കറിയ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനു മുൻപ് ഭരണകൂടത്തിൻ്റെ സമാനതകളില്ലാത്ത വേട്ടയാടലിന് ഇരയായ മാധ്യമ പ്രവർത്തകനാണ് ഷാജൻ സ്കറിയ. അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോടൊപ്പം നിന്ന് പ്രോത്സാഹിപ്പിക്കണം നമ്മൾ ഓരോരുത്തരും. വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ഷാജൻ സ്കറിയ ദുരന്ത ഭൂമി സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു: ആളും ആരവവും ഒഴിഞ്ഞ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഇപ്പോഴത്തെ അവസ്ഥ ഹൃദയഭേദകമാണ്. അവിടെ അപ്പനും അമ്മയും മരിച്ചുപോയ 30 കുടുംബങ്ങളെങ്കിലും ഉണ്ടാകും. അവർക്ക് പണം നേരിട്ട് നൽകാനായി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ലേബലിൽ 15,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തുകയാണ്. ഈ ഉദ്യമത്തിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു ആ കുറിപ്പ്. അതായത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ സഹായിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്ക് ഷാജൻ സ്കറിയ രൂപം കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യഘട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഷാജൻ സ്കറിയ കൂടി പങ്കാളിയായ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനാണ്. UK-യിലെ മലയാളികൾ കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്ന സുതാര്യമായ ഒരു പ്രസ്ഥാനമാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ 10 കോടിയിലേറെ രൂപ സംഭാവന ചെയ്ത പ്രസ്ഥാനം കൂടിയാണിത്. ബ്രിട്ടനിൽ നിന്ന് മാത്രം ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപ സമാഹരിച്ച് വയനാട്ടിലെ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി. കഴിഞ്ഞ കുറേ കാലമായി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നാട്ടിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഇക്കുറി അതിന് മാറ്റം വരുത്തിയാണ് വയനാട്ടിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സഹായം എത്തിക്കുന്നത്. ഇതിന് പണം സമാഹരിക്കാനായി ഇക്കഴിഞ്ഞ 8-ാം തീയതി നോട്ടിംഗ്ഹാമിലെ ലാംഗോർ എയർഫീൽഡിൽ നിന്ന് ഷാജൻ സ്കറിയ ഉൾപ്പെടെയുള്ള 28 പേർ ഏകദേശം 15,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവ് അഥവാ ആകാശ ഈ 28 പേരും അവരവരുടേതായ രീതിയിൽ സംഭാവന ശേഖരിക്കുകയും അത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ അക്കൗണ്ടിൽ എത്തിക്കുകയും ചെയ്യുന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കാൻ നിയമപരമായി അനുമതിയുള്ള തിരുവനന്തപുരം പൂവാർ ആസ്ഥാനമായ ശാന്തിഗ്രാം എന്ന പ്രസ്ഥാനവുമായി സഹകരിച്ചാണ് ഈ പദ്ധതി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്നത്. സമാഹരിക്കുന്ന പണം വയനാട്ടിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനത്തിനും ഭാവി ജീവിതത്തിനുമായാണ് ഉപയോഗിക്കുന്നത്. മറുനാടൻ മലയാളി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് പണമയച്ച് നമുക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. ഇങ്ങനെ എളുപ്പത്തിൽ പണമയക്കാൻ കഴിയുന്നത് UK-യിലെ മലയാളികൾക്കാണെന്നും പണം ഗിഫ്റ്റായാണ് നൽകുന്നതെന്ന് രേഖപ്പെടുത്തിയാൽ 25% നികുതി ഇളവ് സർക്കാർ നൽകുമെന്നും ഷാജൻ സ്കറിയ വീഡിയോയിൽ പറയുന്നുണ്ട്. ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് പണമയച്ച് നമുക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ട് നമ്പർ ഇതാണ്: 3248212193. IFSC കോഡ് SBIN 00107004. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാഞ്ഞിരംകുളം ബ്രാഞ്ച്. ഇങ്ങനെ ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് പണമയക്കുമ്പോൾ
മറുനാടൻ മലയാളിയുടെയോ ഷാജൻ സ്കറിയയുടെയോ പേര് റഫറൻസായി എഴുതണം. ഇങ്ങനെ കിട്ടുന്ന സംഭാവനകളുടെ വിശദാംശങ്ങളും ബാങ്ക് രേഖകളും പിന്നീട് പ്രസിദ്ധീകരിക്കും. 60 ലക്ഷം രൂപയാണ് ഈ ഒരു സ്കൈ ഡൈവ് ചലഞ്ചിലൂടെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇന്നലെ ഷാജൻ സ്കറിയ ചെയ്ത ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായത് 66 ലക്ഷം രൂപയിലധികം ഇതുവരെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തുക 1 കോടിയിലേക്ക് എത്തിക്കാനാണ് ഷാജൻ സ്കറിയയുടെയും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെയും ഇപ്പോഴത്തെ ശ്രമം. അത് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഞാനും പോയിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവിടെ ആളും ആരവവും ഒഴിയുകയാണ്. ചേർത്ത് പിടിക്കേണ്ട മാതാപിതാക്കൾ ഇല്ലാതായിപ്പോയ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. മറുനാടൻ മലയാളിയുടെ ഈ ദൗത്യം ആ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു താങ്ങാകും. കിട്ടുന്ന പണം വകമാറ്റി ചെലവഴിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഓരോ രൂപ നാണയത്തൊട്ടും എത്തേണ്ട കൈകളിൽ തന്നെ എത്തും. നമുക്കും പങ്കാളികളാകാം മറുനാടൻ മലയാളിയുടെ ഈ ദൗത്യത്തിൽ.